കുഴപ്പമൊന്നുമില്ലല്ലോ. നീ തുറക്കാതെ ഈ ബോണറ്റ് എങ്ങനെ തുറക്കപ്പെട്ടു? അലീന നമ്മളെ അപകടപ്പെടുത്താൻ വേണ്ടി നടത്തിയ പ്ലാനാണോ? അവരല്ലാതെ വേറെ ആരും ഈ പണിക്ക് തയ്യാറാവില്ല. അവരെ നമ്മുടെ വണ്ടി കേടാക്കാൻ നോക്കിയതാവും. നമ്മൾ വരുന്ന കണ്ടപ്പോ മാറിപ്പോയിട്ടുണ്ടാവും. നമ്മളിനി ശ്രദ്ധിക്കണം. നീ വണ്ടി വിട്, പോവാം. അഞ്ച് സുന്ദരികളുടെ മുറി പരിശോധിക്കാതെ ഒന്നിനും ഒരു വ്യക്തതയും കിട്ടില്ല. അവര് നമ്മൾ വെച്ചതുപോലെ ഒളിക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അവര് കൊടുക്കും. 5 സുന്ദരിമാർക്ക് ലോക്ക് ഇടണമെങ്കിൽ ആരുവുമായിട്ടുള്ള കണക്ഷൻ പുറത്തു വരണം. രുദ്രൻ പറയുന്നതുകൊണ്ട് വിശ്വസിക്കാനും കഴിയില്ല. രുദ്രന്റെ ബലമായ സംശയമാണല്ലോ അത്. നമുക്കിതുവരെ അങ്ങനെ ഒരാളെ കാണാനും കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ കണ്ടതൊക്കെ എന്താ? ആ ബ്ലാക്ക് ഫിഗർ, അത് അനന്യ തന്നെ ആയിരുന്നോ? അലീന, നീ എന്താ മിണ്ടാതിരിക്കുന്നത്? 5 സുന്ദരികളെ ഒതുക്കാൻ നിന്റെ കയ്യിൽ പ്ലാൻ ഒന്നും ഇല്ലാതായോ? എനിക്ക് പല പ്ലാനുകളും ഉണ്ട്. ഞാനിപ്പോ ആലോചിക്കുന്നതേ 5 സുന്ദരികളുടെ മുറിയിലെ മാജിക് പവറിനെ കുറിച്ചാ. അത് അവർക്കുണ്ട്. അനന്യാണല്ലോ ആ കാര്യത്തിൽ മിടുക്കി. അനന്യ നമ്മളെ വട്ടാക്കാൻ പല തരികിട പരിപാടികളും മാജിക്കിന്റെ പേരിൽ ഒപ്പിക്കുന്നുണ്ട്. അവിടെയാ എനിക്ക് സംശയം. അങ്ങനെ ഒരു പ്ലേ നടത്താനുള്ള കഴിവ് അനന്യക്കുണ്ടോ? അതോ ഈ മാജിക്കൽ പവറിനെ മറയാക്കി ആരവിനെ അവര് ഒളിച്ചു താമസിപ്പിക്കുന്നുണ്ടോ? നിനക്കെന്താ അങ്ങനെ ഒരു സംശയം തോന്നിയത്? ഈ സംശയം എനിക്ക് മാത്രമാണോ? നിങ്ങൾക്കും ഇല്ലേ? ഉണ്ട്, പക്ഷെ തെളിവില്ല. അങ്ങനെ ഒരുത്തൻ 5 സുന്ദരിമാരുടെ റൂമിൽ ഒളിച്ചു താമസിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു സൂചന നമുക്ക് കിട്ടേണ്ടതല്ലേ? നമ്മളിതുവരെ കാണാത്തൊരുത്തൻ അവരുടെ റൂമിലുണ്ടെന്ന് എങ്ങനെ ഉറപ്പിക്കാനാ? അനന്യക്ക് മാജിക്കൽ പവർ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. മറ്റുള്ളവരുടെ കണ്ണ് കെട്ടുന്ന വിദ്യ കൊണ്ട് അവൾ ആരവനെ ഒളിപ്പിക്കുന്നതാണെങ്കിലോ? ഒരാളെ മറ്റുള്ളവർക്ക് മുമ്പിൽ വാനിഷ് ചെയ്യാനുള്ള കഴിവ് അനന്യക്കുണ്ടെങ്കിൽ അവൾ ആരവനെ നമ്മുടെ മുമ്പിൽ വാനിഷ് ചെയ്യുന്നതാണെങ്കിലോ? അങ്ങനെയോ ആവാം. ശരിയാണ്, അവരുടെ റൂമിലൊരു ഗോസ്റ്റ് ഉണ്ടെന്ന് മന്ദാകിനി ചേട്ടത്തി പറയുന്നുണ്ടല്ലോ. ആ തോന്നലുണ്ടാകുന്നത് അനന്യയുടെ കൺകെട്ട് വിദ്യ ഉണ്ടാവാം. അവരെന്ത് കൺകെട്ട് വിദ്യ കാണിച്ചാലും അവരുടെ ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നേ പറ്റൂ. രുദ്രൻ സംശയിക്കുന്നവൻ ഇവിടെ ഉണ്ടെന്ന് ഇപ്പൊ എന്റെ മനസ്സ് പറയുന്നു. അൺനോൺ നമ്പർ കോൾ. നീ ഫോൺ എടുക്ക്, സ്പീക്കറിലിട്ടെ. ഹലോ, നിന്റെ ജീവൻ ഇപ്പോ അപകടത്തിലാവും. ആരടാ നീ? നീ ഇപ്പൊ ആലോചിക്കുന്ന കാര്യത്തിൽ നിന്ന് പിന്മാറിക്കോ. ഇനി ഒരു മുന്നറിയിപ്പ് ഉണ്ടാവില്ല. നീ ആരാടാ? നിന്നെ ഞാൻ അകത്താക്കും. പറയടാ, നീ ആരാ? ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്താതെ ഞങ്ങളുടെ മുന്നിൽ നേരിട്ട് വേടാ. നിനക്ക് ഞങ്ങൾ ശരിക്കും അറിയില്ല. 5 സുന്ദരികളാണോ നിന്നെ കൊണ്ട് വിളിപ്പിക്കുന്നത്? ഇനി നീ വിളിച്ച നീയും അവളുമാരും ഒരുമിച്ചാത്താവും. ഹലോ എടി, ഹലോ. സെയിം നമ്പറും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് അറിയാനും കഴിയുന്നില്ലല്ലോ. ഇതിന് പിന്നിൽ 5 സുന്ദരികളാണെന്ന് വിശ്വസിക്കുന്നതിന് എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല. അവളുമാരും നമ്മളെ വട്ടുകളിപ്പിക്ക. ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കോളിന് പിന്നിൽ അവരാണെന്ന് ഞാൻ തെളിയിക്കും. 5നെ ഞാൻ ഈ കോളിൽ കൊടുക്കും. അമ്പിളി, മാഡം എന്തിനാ വിളിപ്പിച്ചെന്നറിയോ? മാഡം മന്ദാകിനിയെ കാത്തിരിക്കുക. വേഗം അങ്ങോട്ടിയല്ലേ. മാഡം, എന്താ മാഡം എന്നെ വിളിച്ചത്? മന്ദാകിനിക്ക് ഇവിടുത്തെ ജോലി കൂടാതെ മറ്റെന്തെങ്കിലും ജോലി? അയ്യോ ഇല്ല, കർത്താവാണോ സത്യം. ഇവിടത്തെ ജോലിക്കിടെ മറ്റൊരിടത്ത് ഞാൻ ജോലിക്ക് പോവാറില്ല. ഇവിടെ തന്നെ ചെയ്താലും തീരാത്തത്ര പണിയുണ്ടല്ലോ മാഡം. പിന്നെ എങ്ങനെയാ വേറൊരു സ്ഥലത്ത് പണിക്ക് പോണത്? ഒരിക്കൽ മന്ദാകിനിയെ ഞാൻ വോൺ ചെയ്തതല്ലേ, ചില കാര്യങ്ങൾ പറഞ്ഞു നടക്കരുതെന്ന്. അതിന് ഞാനെന്ത് പറഞ്ഞെന്നാ മാഡം പറയണത്? 5 സുന്ദരികളുടെ റൂമിൽ നിങ്ങൾ ഏത് ഗോസ്റ്റിനെയാ കണ്ടത്? അത് മാഡം പിന്നെ മന്ദാകിനിക്ക് ഇവിടുത്തെ പണിയേക്കാൾ താല്പര്യം പ്രേതഭൂത പിശാചുക്കളെ പറ്റി കഥയുണ്ടാക്കാനാണെങ്കിൽ വല്ല മന്ത്രവാദ പണിക്കും പോകുന്നതായിരിക്കും നല്ലത്.
മാഡം, ഞാൻ ആ പിള്ളേരെ മുറി ചെന്നപ്പോഴേ ഒരു സംഭവം നടന്നു. നടന്ന സംഭവം എന്താണെന്ന് എനിക്കറിയാം. ഇനി അത് മന്ദാകിനിയുടെ ഭാവനയിൽ ഇങ്ങോട്ട് വിളമ്പണ്ട. നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതെന്തിനാ പറന്നു പോകുന്ന പക്ഷിയോട് വരെ പറഞ്ഞു നടക്കുന്നേ? അല്ല, ഇതൊക്കെ ആരാ മാഡത്തിനോട് വന്ന് പറഞ്ഞത്? നിങ്ങളിവിടെ എന്ത് പറഞ്ഞു നടന്നാലും ഞാൻ അറിയുമെന്ന് അറിയാലോ. അത് പിന്നെ എന്റെ മനസ്സിലൊന്നും നിക്കത്തില്ല മാഡം. ഞാനൊരു ശുദ്ധഗതിക്കാരിയാ. മനസ്സിലുള്ളത് അറിയാതെ തുറന്നു പറഞ്ഞു പോവും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടന്ന അത് മന്ദാകിനിക്ക് ദോഷം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഒടുവിൽ പണിയില്ലാതാകുമ്പോ കരഞ്ഞു ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. ഓ പിന്നെ എന്നെ പറഞ്ഞു വിട്ടിട്ട് നിങ്ങൾ ഇവിടെ ഏത് പാചകറാണിയെ കൊണ്ടുവരാൻ പോവാ? ഒരുത്തി മണ്ണ് ഇവിടുത്തെ അടിമപ്പണി ചെയ്യില്ല. മന്ദാകിനിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. മനസ്സിലായി മാഡം. ഇതുവരെ പറഞ്ഞതെല്ലാം ഞാൻ ക്ഷമിക്കുന്നു. മന്ദാകിനി ഇനി ഇത് തുടർന്നാൽ എന്റെ ഭാഗത്ത് നിന്ന് ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാവില്ല. എനിക്ക് മന്ദാകിനിയെ പിരിച്ചുവിടേണ്ടി വരും. ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്. മാഡം, ഞാനത് ഇനി കൂടുതലൊന്നും പറയണ്ട. മന്ദാകിനി ചെല്ല്. ഓ പിന്നെ ഞാനിതൊക്കെ കേട്ട് ഞെട്ടിപ്പോയെന്നാ ഇവരുടെ വിചാരം. ഈ ശമ്പളത്തിൽ പണിയെടുക്കാനേ ഇപ്പൊ വരും മാലാകന്മാര്. എന്നാലും ഈ ന്യൂസ് ആരാ മാഡത്തിന്റെ ചെവി കൊടുത്തത്? അവള് തന്നെ അമ്പിളി. എടി നുണച്ചി, നിനക്ക് ഞാൻ മുറ പോലെ തരുന്നുണ്ട്. എന്റെ ജോലി നീ കളഞ്ഞാലേ എന്റെ കൂടെ നിന്റെ പണിയും കൂടി ഞാൻ തെറിപ്പിക്കും. എന്റെ കർത്താവേ, റീന മാഡത്തിന് പാതിരാത്രിയിൽ കട്ടിലൂടെ മുള്ളിലേക്ക് പറപ്പിക്കണേ, എന്നാലും ആ സ്ത്രീ പഠിക്കൂ. സാർ വന്നിട്ട് കുറെ നേരമായോ? ഏയ് ജസ്റ്റ് വന്നേ ഉള്ളൂ. ഞങ്ങളുടെ ഫ്രണ്ടിന്റെ അമ്മയെ പറ്റി പുതിയ വിവരം വല്ലതും കിട്ടിയോ സാർ? അമ്മയെ തേടുന്ന നിങ്ങളുടെ ഫ്രണ്ടിനെ എനിക്കൊന്ന് കാണണമല്ലോ. ആ ഫ്രണ്ട് എവിടെയുള്ള? ഫ്രണ്ട് അവളിവിടെ ഇല്ല സാർ. യൂണിവേഴ്സിറ്റിക്ക് അടുത്താ അവളിപ്പോ താമസിക്കുന്നേ. അതുകൊണ്ടെന്താ ആ ഫ്രണ്ടിനെ കാണാൻ കഴിയില്ലേ? നിങ്ങളുടെ ഫ്രണ്ടിന്റെ അമ്മയെ പറ്റി എന്തെങ്കിലും വിവരം ഞാൻ കൈമാറണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഫ്രണ്ടിനെ നേരിട്ടൊന്ന് കാണണം. ആ ഫ്രണ്ടിനെ കാണാതെ ഒന്നും നടക്കില്ല. അവളുടെ അമ്മയെ പറ്റി സാറിന് എന്തോ വിവരം കിട്ടിയിട്ടുണ്ടല്ലോ. പ്ലീസ് സാർ, എന്തെങ്കിലും വിവരം കിട്ടിയെങ്കിൽ പറയൂ സാർ. പറയാതിരിക്കില്ലേ? അവളെ ഞങ്ങൾ മറ്റൊരു ദിവസം സാറിന്റെ മുന്നിൽ കൊണ്ടുവരാം സാർ. അല്ല, നിങ്ങളുടെ ഫ്രണ്ട് മെയിലാണോ ഫീമെയിലാണോ?